ബിജി മാം, റോഫ് സാർ റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ബിജി മാം ഓക്കെ ഓക്കെ മാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് രണ്ടാൾക്കും. ഓക്കെ, താങ്ക് യു മാം. ഗുഡ് ഈവനിങ് ഓൾ. മൈ നെയിം ഈസ് ബിജി ഫ്രം പത്തനംതിട്ട, റാന്നി. ബൈ പ്രൊഫഷൻ ഐ ആം എ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്. But now I am a student. I like to say like that. I am a student now. ഞാനിപ്പോൾ വിംബിൾ അക്കാഡമിയുടെ ട്രെയിൻ ദ ട്രെയിനറിന്റെ 24th ബാച്ചിലെ പാർട്ടിസിപ്പന്റ് ആണ്. കുറച്ച് നാളുകളായി അക്കാഡമിയോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ട്രെയിനിങ് സെഷന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്നെ സെഷനിൽ അല്ലെങ്കിൽ ഈ വിംബിൾ അക്കാഡമിയിലേക്ക് എന്നെ എത്തിച്ചതെന്ന് പറയുന്നത് ഈ അക്കാഡമിയിൽ തന്നെ ട്രെയിൻ ദ ട്രെയിനറിന്റെ മുൻ ബാച്ചിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട അംബിക മാമാണ്. അംബിക മാമിനോട് ഞാൻ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മാമാണ് സജസ്റ്റ് ചെയ്തത് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ അക്കാഡമിയോട് ചേർന്ന്, വിംബിൾ അക്കാഡമിയോട് ചേർന്ന് നിന്നാൽ മതിയാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് ഏകദേശം 1 വർഷം മുമ്പ് തന്നെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ എൻ്റെ ലൈഫ് എനിക്കും മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആകാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ റിട്ടയർ ചെയ്തിട്ട് വിശ്രമ ജീവിതം എന്നതിന് എനിക്ക് അത്ര യോജിപ്പുള്ള ആളല്ല ഞാൻ. സർവീസിലിരിക്കുമ്പോൾ ജോലി ചെയ്യുന്നത് പോലെ തന്നെ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും ആക്റ്റീവായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ അവസാനം എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് ട്രെയിനിങ് മേഖല എന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഈ സംസാരിക്കുന്ന ഈ മേഖല, ട്രെയിനിങ് മേഖല എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് സമൂഹത്തിലെ കുട്ടികൾക്കാണെങ്കിലും ഓൾഡ് ഏജിലുള്ളവർക്കാണെങ്കിലും പ്രൊഫഷണൽസിനാണെങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ട്രെയിനേഴ്സ് ടോക്ക് സംഘടിപ്പിക്കുന്നത്. വിംബിൾ അക്കാഡമിയുടെ ഒരു നല്ല സെഷനാണ് ഈ ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്നത്. ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ട്രെയിനേഴ്സായിട്ട് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് നമുക്കിവിടെ നമ്മളോട് സംവദിക്കാനായിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ, ഈ അക്കാഡമിയുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മളോട് സംവദിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട അബ്ദുൾ റാഫു സാറാണ്. നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ ട്രെയിൻ ദ ട്രെയിനറിന്റെ 22ാമത്തെ ബാച്ചിലെ അംഗമായി പാർട്ടിസിപ്പന്റ് ആയിരുന്ന അബ്ദുൾ സാർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ അടുത്തിരുന്നു കൊണ്ടല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്. അദ്ദേഹം ഭൂമിയുടെ അങ്ങേക്കരയിൽ അമേരിക്കയിൽ കാലിഫോർണിയയിൽ നിന്നിട്ട് ലോസ് ഏഞ്ചൽസിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആണ്. ഇപ്പോൾ സൈക്കോളജി സ്റ്റുഡന്റ് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ധാരാളം ട്രെയിനിങ്ങുകൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ അക്കാഡമിയുടെ ഭാഗമായിട്ട് തന്നെ പല അവസരങ്ങളിലും അദ്ദേഹം നമ്മളോട് സംവദിക്കാൻ എത്തിയിട്ടുണ്ട്. നിരവധി തവണ എനിക്ക് ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന പലരും അദ്ദേഹത്തിന്റെ ടോക്കുകൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, നമുക്കറിയാം പലരെയും, ജോലി ചെയ്യുന്ന പലരെയും നമുക്കറിയാം, അവരിങ്ങനെ കംഫർട്ട് സോണിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ജോലി ചെയ്യുക, ജീവിക്കുക, പ്രത്യേകിച്ച് ഒരു ഉയർച്ചയും ജീവിതത്തിലില്ല, എന്നും ഇങ്ങനെയും കഴിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു മാറ്റവും അവർക്കില്ല. എന്നാൽ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി ഉണ്ട് താനും. അത്തരത്തിൽ മുമ്പോട്ട് പോകുന്ന ധാരാളം ആൾക്കാരെ നമുക്കറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അവർ ഒട്ടും തന്നെ അവരുടെ എക്സ്പീരിയൻസുകൾ അവരുടെ ജീവിതത്തിലേക്ക് എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കാതെ ഇരിക്കുകയാണ്. ഇപ്പൊ എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്ന ആള് എക്സ്പേർട്ടായി മാറണം. എങ്ങനെ അദ്ദേഹത്തിനെ അത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരാളെ അത്തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും? അതാണ് ഇന്നത്തെ ടോക്കിലൂടെ അബ്ദുൾ റാഫു സാർ നമ്മളോട് സംവദിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വളരെ വിലപ്പെട്ട വാക്കുകളാണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ പേരിൽ, വിംബിൾ അക്കാഡമിയുടെ പേരിൽ, ട്രെയിൻ ദ ട്രെയിനറിന്റെ പേരിൽ, ഈ ട്രെയിനേഴ്സ് ടോക്കിന്റെ പേരിൽ എല്ലാം തന്നെ വളരെ സ്നേഹത്തോടെ, ഹൃദയപൂർവ്വം അബ്ദുൾ സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം
നമ്മളെ ഇങ്ങനെ മൂശയിലിട്ട് വാർത്തെടുക്കുന്ന രണ്ടുപേർ നമ്മുടെ കൂടെയുണ്ട്. ഒന്ന് നമ്മുടെ അർച്ചന മാമും നമ്മുടെ ഫൈസൽ സാറും. വളരെ ചെറിയ പോരായ്മകൾ പോലും അല്ലെ, ഒരു മൂശയിൽ ഒരു കലം മെനഞ്ഞെടുക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ വിടവുകൾ പോലും ഉണ്ടാവാതെ നമ്മളെ വളരെ പ്രാപ്തരാക്കി മാറ്റാൻ വേണ്ടി വളരെ കീനായി നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പോരായ്മകൾ കൂടി പറഞ്ഞ് നമ്മളെ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട ഗുരുനാഥന്മാരാണ് അവരെ രണ്ടുപേരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ ട്രെയിനേഴ്സ് ടോക്കിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി. താങ്ക് യു ബിജി മാം. താങ്ക് യു ബിജി മാം, നല്ലൊരു ഇൻട്രോ തന്നതിന്. ഞാൻ ഇന്നലെ മാമിനോട് സംസാരിച്ചപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇൻട്രോ പറയാനായിട്ട് ഇങ്ങനെ ഒരാളെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ, ഓഡിബിൾ ആണ്. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നു. ഓക്കെ. ഇതൊരു പലചരക്ക് കടയാണ് അല്ലേ? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണാറുള്ള. എൻ്റെ നാട്ടിലൊരു ഇതുപോലെ ഒരു കടയുണ്ടായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു ഗ്രോസറി ഷോപ്പ്. അവിടെ നമുക്ക് അരി, പഞ്ചസാര, എണ്ണ പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഒരു 10-25 വർഷം മുമ്പ് തുടങ്ങിയൊരു കടയാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും അതേപോലെ ആ കട അവിടെയുണ്ട്. ആകെ വന്ന മാറ്റം എന്ന് പറയുന്നത് ന്യൂഡിൽസ് വന്നു, അതുപോലെ മാഗി വന്നു. ഇങ്ങനെയുള്ള കാലത്തിനനുസരിച്ച് വന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. കടയിലോ കട നടത്തുന്ന ആളിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതിയിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള കടകൾ നിങ്ങളുടെ നാട്ടിലുണ്ടാവും അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ? ഉണ്ട്, ധാരാളം. യെസ് സർ. ഇതാണ് വേറൊരെണ്ണം, ബാർബർ ഷോപ്പ്. നമ്മുടെ ടൗണിലും നാട്ടുമ്പുറങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബാർബർ ഷോപ്പുകൾ കാണാൻ പറ്റും അല്ലേ? കറങ്ങുന്ന കസേര ഇല്ലാത്ത, മുമ്പത്തെ അതേപോലത്തെ ബ്ലേഡുകൾ യൂസ് ചെയ്യുന്ന. എന്നാൽ ചുറ്റും ഒരുപാട് സലൂണുകൾ വന്നു, ബ്യൂട്ടി പാർലറുകൾ വന്നു. പക്ഷെ ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ ഒരേ കസ്റ്റമേഴ്സ്, ഒരേ ആളുകളുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് സ്ഥിരമായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നാത്തത്? പലചരക്ക് കടക്കാരനെ സംബന്ധിച്ച് ചുറ്റും പുതിയ സൂപ്പർ മാർക്കറ്റുകൾ വന്നു, തൊട്ടടുത്ത് ഒരുപാട് ആളുകൾ വന്നു. എന്നാൽ തൊട്ടടുത്ത സ്ഥലത്തുള്ള ആളുകളെ എൻ്റെ കടയിലേക്ക് ആകർഷിക്കണമെന്നോ അല്ലെങ്കിൽ കച്ചവടം കൂട്ടണമെന്നോ ഇങ്ങനെയൊന്നും തോന്നാത്ത എന്തുകൊണ്ടാണ്? ഇനി നമുക്ക് ഇതിന്റെ ഒരു മറുവശം നോക്കാം. ഇത് ആരാണെന്ന് അറിയാലോ അല്ലേ? നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 61 ആണ്. അദ്ദേഹത്തിനേക്കാൾ പ്രായമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുണ്ട് അല്ലേ? ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹമാണ് ചീഫ് മിനിസ്റ്റർ ആയത്. മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു മറുവശമാണത് അല്ലെ? എക്സ്പീരിയൻസ് കുറവാണോ എന്ന് ആയിരിക്കാം, പക്ഷെ അവരുടെ ആ ഒരു കഴിവ് കൊണ്ട് അവര് മറ്റുള്ളവരെക്കാൾ മുന്നോട്ട് വന്ന് നിൽക്കുകയാണ്. ഇതാരാണെന്ന് അറിയാം ആർക്കെങ്കിലും? സൈലം എന്ന് കേട്ടിട്ടുണ്ടോ? സൈലം എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ആണ്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എൻട്രൻസ് കോച്ചിങ് സെന്റർ എന്ന് പറയുന്നത് PC തോമസ്, അതുപോലെ പാലാ ബ്രില്യൻസ്, ഇതൊക്കെയായിരുന്നു ഒരു 25 വർഷം മുമ്പ്. ഇപ്പോൾ എന്നാൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന എൻട്രൻസ് കോച്ചിങ് സെന്ററുകളാണ് സൈലം, അതുപോലെ X&Y ഒക്കെ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ്, എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ സൈലം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് വിട്ട് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ തുടങ്ങണമെന്നുള്ള ആശയത്തിൽ അത് ഓൺലൈനായിട്ട് അതിന് പ്രചാരം കൊടുത്തു. വളരെ മുമ്പിലേക്ക് എത്തി. ഇപ്പം സൈലത്തിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലായിടത്തും അറിയപ്പെടുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ സിറ്റികളിലും അവർക്ക് സെന്റർ ഉണ്ട്. അതെ, ഡോക്ടർ അനന്തു. അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയത്തക്കതായിട്ടുള്ള, ഞാൻ മുമ്പ് പറഞ്ഞ ആളുകളുടെ അത്ര തന്നെ ഈ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവ് കാരണം മുന്നിട്ട് വന്ന ആളാണ്. നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യമല്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് പറയാറില്ലേ? എന്നാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫൈസൽ സാർ.
സാറ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് വിംബിൾ അക്കാദമി എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് മാത്രമല്ല, കഴിവും അദ്ദേഹത്തിന്റെ ആ എഫേർട്ടും അല്ലെ എല്ലാം കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ വിംബിൾ അക്കാദമി ആയി എന്നുള്ളത്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, സാർ സോറി, ഓഡിയബിൾ. ഓക്കെ. കേൾക്കുന്നില്ലേ? ഇപ്പൊ അതിനെ ഒന്ന് കേൾക്കുന്നുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് അതിനൊന്ന് വന്നു. കോഹോസ്റ്റ് ആക്കണേ ഇടയ്ക്കൊന്ന്. ആണല്ലോ, ആക്കിയിട്ടുണ്ടല്ലോ. ഞാൻ ലെഫ്റ്റ് ആയി പോയായിരുന്നു. ഓക്കെ ആ, ഓക്കെ. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ ഇത്ര ഓണം കൊണ്ടിട്ടുണ്ട് എന്നല്ലേ, നിന്നേക്കാൾ ഇത്ര ഓണം ഞാൻ അധികം കൊണ്ടിട്ടുണ്ട് നമ്മൾ സാധാരണ പറയുന്നതാണ്. ഈ ഓണം ഉണ്ടു എന്ന് പറയുന്നത് കഴിവിന്റെ മാനദണ്ഡമാണോ? അതല്ല എങ്കിൽ ഓണം ഉണ്ടത് കൊണ്ട് മാത്രം നമുക്കൊരു നിലയിൽ എത്താൻ സാധിക്കുമോ? ഓണം ഉണ്ടില്ല എന്ന് കരുതി നമ്മളൊരു നിലയിൽ എത്തില്ലേ? ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്. എന്താണ് എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെയാണ് ഒരു മിയർ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ നിന്ന് നമ്മൾ വർഷങ്ങളായിട്ട് ആർജിച്ചെടുത്ത ആ ഒരു അനുഭവം നമുക്ക് എങ്ങനെയാണ് എക്സ്പെർട്ടൈസ് ആക്കാൻ മാറ്റുന്നത്? നമുക്ക് എങ്ങനെയാണ് ഒരു പ്രത്യേക മേഖലയിൽ എക്സ്പെർട്ട് ആവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് എക്സ്പീരിയൻസ് നോക്കാം. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നമ്മൾ ഒരുപാട് കാലം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് കാലം ചെലവഴിക്കുമ്പോൾ സ്വതവേ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലത്തിനനുസരിച്ച് വന്നു ചേരുന്ന ഒരു സംഗതിയാണ് നമ്മൾ പൊതുവിൽ എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ 10 വർഷം കഴിയുമ്പോൾ എനിക്ക് 10 years എക്സ്പീരിയൻസ് ആയി. അതിന് ഞാൻ പ്രത്യേകിച്ച് അഡീഷണൽ എഫേർട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലികൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഈ എക്സ്പീരിയൻസ് എന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ ആണ്. ഒരേ കാര്യം തന്നെയായിരിക്കും എല്ലാ ദിവസവും ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോലി കംപ്ലീറ്റ് ആക്കുന്നു. ഇപ്പൊ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഫയൽ നോക്കുന്നു, ഫയൽ നോക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ ചെയ്താലും നമുക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഗതി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പലചരക്ക് കടയുടെ ഉദാഹരണം എടുക്കാം. രാവിലെ കട തുറക്കുന്നു, കസ്റ്റമേഴ്സ് വരുന്നു, സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നു, അവര് കണക്കെല്ലാം എഴുതുന്നു. ഇതെല്ലാ ദിവസവും 10 വർഷം മുമ്പ് അദ്ദേഹം ഇതായിരിക്കും ചെയ്തിരുന്നത്, ഇപ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പറ്റ് ബുക്ക് ഉണ്ടാവും, അത് കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും നാട്ടില്. അങ്ങനെ അതിൽ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യം വീണ്ടും വീണ്ടും എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ് ഫെമിലിയാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കാര്യങ്ങളോട് ഫെമിലിയർ ആയിരിക്കും. ജ്വല്ലറിയിൽ പോയിട്ടില്ല എല്ലാവരും? ഈ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ഓർണമെന്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിനിറ്റുകൾ പോലും എടുക്കില്ല, അല്ലെ? അവർ ഓടി ചെന്നിട്ട് നമ്മൾ പറയുന്ന സാധനം അപ്പ തന്നെ എടുത്തു തരും. പ്രത്യേകിച്ച് അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്റ്റാഫ്. അതിന്റെ വാല്യൂ എത്രയാണ്, അതിന്റെ വെയിറ്റ് എത്രയാണ്, അവർ ആ ബാർകോഡ് പോലും നോക്കാതെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ആ ഷോപ്പ് മൊത്തം അവർക്ക് ഫെമിലിയർ ആണ്, വർഷങ്ങളായിട്ട് അവരെ ജോലി ചെയ്യുന്നത് കൊണ്ട്. ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ്. മറ്റൊന്നാണ് കംഫർട്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബസ് കണ്ടക്ടർമാരെ കണ്ടിട്ടുണ്ടോ? അവര് ഒരു ബസ്സിന്റെ സീറ്റിന്റെ സൈഡിൽ നിന്നിട്ടാണ് അവർ ടിക്കറ്റ് നമുക്ക് തരുന്നത്. അവരെപ്പോഴെങ്കിലും വീഴുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? എത്ര ഈസി ആയിട്ടാണ് അവര്. നമുക്കാണെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അല്ലേ? നമുക്കാണെങ്കിലും കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പൊ അവര് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അവർക്കത് കംഫർട്ടബിൾ ആണ്, അവർക്കതൊരൊട്ടും പ്രശ്നമില്ലാതായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ കോൺഫിഡൻസ്. ഒരു കാര്യം കുറേ സമയം ചെയ്യുമ്പോൾ, കുറേ തവണ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അർച്ചന മാം ഇപ്പൊ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തോളമായിട്ട് ഈ വിംബിളിൽ ഭാഗമാണ്. നമ്മുടെ ഈ ട്രെയിനേഴ്സ് ടോക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. മാമിന് പ്രത്യേകിച്ച് അഡീഷണൽ ഒരു പ്രിപ്പറേഷനൊന്നും ആവശ്യമില്ല. എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് മാം സംസാരിക്കുന്നത്. ഇതും നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ റുട്ടീന്റെ ഭാഗമാവും. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കണം എന്നുള്ളത് നമ്മൾ അലാം വെക്കേണ്ട ആവശ്യമില്ല, റിമൈൻഡർ വെക്കേണ്ട ആവശ്യമില്ല. എഴുന്നേറ്റ ഉടനെ പോകുന്നു, ബ്രഷ് ചെയ്യുന്നു. അതിൽ പ്രത്യേകിച്ച് ചിന്തയുടെയോ അല്ലെങ്കിൽ ഒരാളെ നമ്മളോട് പറയേണ്ടതെന്നോ ആവശ്യമില്ല, കാരണം അത് നമ്മുടെ റുട്ടീന്റെ ഭാഗമാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഒരുപാട് തവണ ചെയ്താൽ, കുറേ കാലങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റീസ് ആണ് ഈ പറയുന്ന ഫെമിലിയാരിറ്റി, കോൺഫിഡൻസ്, കംഫർട്ട്, അതുപോലെ റുട്ടീന്റെ ഭാഗമാവുക എന്നൊക്കെയുള്ളത്. ഇനി എന്താണ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്?
എപ്പോഴാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്നുള്ളതിൽ നിന്ന് എക്സ്പെർട്ടൈസ് ആയിട്ട് മാറുന്നത് എന്ന് നോക്കാം. എക്സ്പെർട്ടൈസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് തനിയെ കൂടുന്ന കാര്യങ്ങളല്ല, അതിനപ്പുറം നമ്മുടെ ഓരോ ക്വാളിറ്റീസും നമ്മളിങ്ങനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. അത് കാലത്തിനനുസരിച്ചാവാം, നമ്മുടെ പഠനത്തിനനുസരിച്ചാവാം, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചാവാം. അങ്ങനെ ഓരോ കാലത്തും നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവെയർ ആയിരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടാവും, ബ്രഷ് ചെയ്യുന്നത് നമ്മൾ അവെയർ ആണോ? സത്യത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു. നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഇല്ല, അതൊന്നും ഇല്ലല്ലോ, അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. മനസ്സിലായില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ച സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് റെസിപ്പീസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഇത്ര സ്പൂണ് മുളക് പൊടി ഇടണം, ഇത്ര സ്പൂണ് മല്ലിപ്പൊടി ഇടണം, അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്, കറക്റ്റ് അളവൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ പിന്നീട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കറിയാം, കാരണം അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായി. പക്ഷെ ഒരു എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? മസാല ഇടുന്നത് എത്രയാണ് ഇടുന്നത്, അതിന്റെ രുചി മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ പ്രോസസ്സിനെ കുറിച്ച് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെയുള്ളതാണ് ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് കൂടുന്തോറും വരുന്ന ഒരു സംഗതിയാണ് ഈഗോ എന്ന് പറയുന്നത്, അല്ലേ? എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയി, എനിക്ക് ഇത്രയും അറിവുണ്ട്, എനിക്ക് ഇത്രയും പരിചയമുണ്ട്, ഇനി എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, എനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് വരുന്ന ഒരു പ്രശ്നമാണ് മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നമുക്കത് പറഞ്ഞു തന്നാൽ തന്നെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല. നീ ആരാടാ എന്നെ ഉപദേശിക്കാൻ, അല്ലെങ്കിൽ നീ ആരാടാ എനിക്ക് കറക്ഷൻസ് പറഞ്ഞു തരാമെന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും. പക്ഷേ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി, ജീവിതത്തിൽ വിജയിച്ചൊരു വ്യക്തി, അവർ എത്രത്തോളം ഉയർന്നാലും അവരുടെ മിസ്റ്റേക്കിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, അവർ പഠിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ അംബിക മാമിന്റെ ക്ലാസ് കേൾക്കായിരുന്നു. അപ്പൊ മാം പറയുന്നുണ്ടായിരുന്നു AI കുറിച്ച്, പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ എത്രത്തോളം വളർന്നാലും, എത്രത്തോളം നല്ല ക്ലാസ്സുകൾ എടുത്താലും, ഈ സെഷൻ എടുക്കാൻ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പുതിയ ടെക്നോളജി നമ്മൾ പഠിക്കണം. പുതുതായിട്ട് എന്തൊക്കെയാണോ സംവിധാനങ്ങൾ വരുന്നത്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അതല്ല എങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആയിട്ട് പോകും. അപ്പം എക്സ്പീരിയൻസിൽ നിന്നും എക്സ്പെർട്ടൈസ് ആവണമെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉള്ള ആളുകൾക്കാണ് എപ്പോഴും എക്സ്പേർട്ട് ആവാനായിട്ട് പറ്റുക. അതിന്റെ കൂടെ തന്നെ മറ്റൊരു ക്വാളിറ്റിയാണ് അഡാപ്റ്റബിലിറ്റി. മാറുന്ന കാലത്തിനനുസരിച്ച്, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അഡാപ്റ്റബിൾ ആവണം. ഞാൻ ആദ്യം പറഞ്ഞ പലചരക്കാരന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, കാലം മാറി, ആളുകൾ, കസ്റ്റമേഴ്സിന്റെ രൂപം മാറി, അവരുടെ ഭാവം മാറി, അവർ കസ്റ്റമർ വരുന്ന രീതി മാറി, അവർക്ക് വേണ്ട പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് GPay വേണ്ടി വരും, അല്ലെ? മൊബൈൽ വഴി ഓർഡർ ചെയ്യാൻ പറ്റേണ്ടി വരും, ഡെലിവറി ചെയ്യേണ്ടി വരും, ഷോപ്പിന്റെ രൂപം മാറ്റേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ചും ആവശ്യങ്ങൾക്കനുസരിച്ചും അഡാപ്റ്റബിൾ ആവുക എന്നുള്ളതാണ്. അപ്പൊ ഈ എക്സ്പീരിയൻസ് ഉള്ള ആള് എപ്പോഴും അവിടെ നിന്നാൽ അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരാളാണ് എക്സ്പെർട്ടൈസ് എന്നുള്ള നിലയിലേക്ക് മാറുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആൾ എപ്പോഴും കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടാവുകയുള്ളൂ. പക്ഷേ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും ചെയ്യുന്നത് വീണ്ടും വീണ്ടും ബെറ്റർ ആക്കാനാണ് ശ്രമിക്കുക. ഇന്നലെ ചെയ്യുന്നതും ഇന്ന് ചെയ്യുന്നതും നാളെ ചെയ്യുന്നതും മറ്റൊരു രൂപത്തിലായിരിക്കും. അതിൽ എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നോക്കാനുള്ളത്, ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അവിടെ സ്റ്റക്ക് ആവുന്നത്? എന്തുകൊണ്ടാണ് ഒരു എക്സ്പേർട്ട് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറാത്തത് എന്ന് നോക്കാം. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ദ ഡൂയിങ് മോഡ് എന്ന് പറയും. ആർക്കെങ്കിലും അറിയാം എന്താണ് ഇത് ഡൂയിങ് മോഡ് എന്ന് പറയുന്നത്? നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് അതേപോലെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ ആക്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും. പല്ല് തേക്കുന്നത് ഓട്ടോമാറ്റിക് ആവുന്നതിൽ പ്രശ്നമില്ല. അതേസമയം ഓഫീസിൽ ജോലി ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ പുതുതായിട്ട് അതിനൊന്നും പഠിക്കുന്നില്ല, നമ്മുടെ സ്പീഡ് കൂടുന്നില്ല. 10 വർഷം എങ്ങനെയാണോ നമ്മൾ ജോലി ചെയ്തിരുന്നത് അതേ രൂപത്തിലായിരിക്കും ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവെയർ ആയിരിക്കില്ല. നമ്മൾ പലപ്പോഴും ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്, ക്വാളിറ്റി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കുറേ സെഷനുകൾ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ആദ്യമൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കും സെഷൻ നന്നാക്കാനായിട്ട്. പിന്നീട് നമുക്കൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വിചാരിക്കുക, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും, എനിക്ക് ഈ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിപ്പോൾ കുറേ ക്ലാസ്സുകൾ എടുത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് മുമ്പ് നമ്മൾ 2-3 ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നെങ്കിൽ
തലേ ദിവസം വെറുതെ എടുത്ത് നോക്കിയിട്ട് പോയി ക്ലാസ് എടുക്കും. അപ്പൊ നമ്മൾ തന്നെ പോയി നോക്കിയാൽ മതി നമ്മുടെ മുമ്പത്തെ ക്ലാസ്സും ഇപ്പോഴത്തെ ക്ലാസ്സും. നമ്മൾ വിചാരിക്കുന്നത് അത് മുമ്പത്തെ അതേപോലെയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. പക്ഷെ ചെറിയ രൂപത്തിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡൂയിങ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ. അതുപോലെ കോൺഫിഡൻസ് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് അല്ലേ? പക്ഷെ കോൺഫിഡൻസിന് ഒരു പ്രശ്നമുണ്ട്. കോൺഫിഡൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്ഷൻ ഒഴിവാക്കും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് എല്ലാം കറക്റ്റ് ആണെന്നാണ്. ഇപ്പൊ ഞങ്ങൾ ഓഫീസിലൊക്കെ കോഡ് എഴുതുന്ന സമയത്ത് നമുക്ക് 3 ടീമാണുള്ളത് IT എന്ന് പറയുന്നതിനകത്ത്. ഒന്ന് ബിൽഡ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന് പറയും. രണ്ടാമത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആള്, മൂന്നാമത്തെ ടെസ്റ്റ് ചെയ്യുന്ന ആള്. എന്തിനാണ് ഈ 3 ടീമിനെ വെച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉദ്ദേശം, ഒരു ഡെവലപ്പർക്ക് ഒരിക്കലും ആളുടെ കറക്ഷൻസ് മനസ്സിലാവില്ല. ആൾ എന്തൊക്കെയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കറക്റ്റ് ആണ് എന്നുള്ള ഒരു തോന്നൽ പൊതുവിൽ നമുക്കുണ്ടാവും. പ്രത്യേകിച്ചും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ജോലിയിൽ അത് മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും ഈ ഡൂയിങ് മോഡിൽ സ്റ്റക്ക് ആയിരിക്കുന്ന ആളുകൾക്ക് പറ്റുന്നത് അവരുടെ കോൺഫിഡൻസ് കാരണം അവർക്ക് കറക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡൂയിങ് മോഡിലേക്ക് പോകുന്നത്? നേരത്തെ പറഞ്ഞു, ഇപ്പം അംബിക മാം, അതല്ലെങ്കിൽ അർച്ചന മാമിനൊക്കെ അറിയായിരിക്കും, സജിനൊക്കെ അറിയായിരിക്കും. നമ്മൾ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത്, ആദ്യമായിട്ട് ട്രെയിനിങ് മേഖലയിലേക്ക് വന്ന സമയത്ത്, അന്ന് നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അല്ലേ? പുതിയ കാര്യങ്ങൾ പഠിക്കണം, എനിക്ക് നല്ല രൂപത്തിൽ ക്ലാസ് എടുക്കണം, ഇന്ന ആളെ പോലെ എടുക്കണം എന്നുള്ളത്. പക്ഷെ പിന്നീട് ഈ ക്യൂരിയോസിറ്റി മാറി പതിയെ കംഫർട്ട് വരാൻ തുടങ്ങി. നമുക്കൊരു ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയി. മുമ്പത്തെ അത്ര ക്യൂരിയോസിറ്റി ഉണ്ടോയെന്നൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ഒരു 1 hour സെഷൻ എടുക്കണമെന്ന് അർച്ചന മാം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോർണിംഗ് സർക്കിളിൽ ഒരു ക്ലാസ് എടുക്കണമെന്ന് സജന മാം പറയുമ്പോൾ, ആദ്യം ഉണ്ടായിരുന്ന ആ ക്യൂരിയോസിറ്റി, ആദ്യം ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ക്യൂരിയോസിറ്റി പകരം, എക്സൈറ്റ്മെന്റിന് പകരം കംഫർട്ട് വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബിസിനെസ് എന്ന് പറയുന്ന അതൊരു ട്രാപ്പാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മൾ എപ്പോഴും ബിസിയാണ്, അതുകൊണ്ട് നമുക്ക് പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത്. ദിവസം മുഴുവൻ ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ജീവിതത്തിൽ പുരോഗതി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ദിവസം ഞാൻ നന്നായി ഉപയോഗിച്ചു എന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ ഈ ബിസിനെസ് എന്നുള്ളത് ഒരിക്കലും പ്രോഗ്രസ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മൾ അത് മെഷർ ചെയ്യാൻ തന്നെ വേണം, നമുക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ അതോ വെറുതെ സമയം കളഞ്ഞതാണോ എന്നുള്ളത്. അപ്പൊ ഈ ഡൂയിങ് മോഡിലുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ബിസിനെസ്സിനെ അവര് പ്രോഗ്രസ് ആയിട്ട് തെറ്റിദ്ധരിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഫീഡ്ബാക്ക് അവോയ്ഡ് ചെയ്യും. പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഐ നോ ഓൾറെഡി ദിസ് മൈൻഡ് സെറ്റ്. എനിക്കിതൊക്കെ ഓൾറെഡി അറിയാം, എനിക്കിതൊന്നും ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഒരു ഓഫീസിൽ ഒരു ഫയൽ കാണുമ്പോൾ ഈ ഫയൽ എങ്ങനെയാണ് റിവ്യൂ ചെയ്യേണ്ടത്, ഇതിൽ എവിടേക്കാണ് ഒപ്പിടേണ്ടതെന്ന് എനിക്കറിയാം. അപ്പം അല്ല, നമ്മളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ വില ഇത്രയാണ്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടോ ഇല്ലേ, ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. നമുക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാൻ തോന്നില്ല. അപ്പൊ വീണ്ടും നമ്മളെ അവിടെ സ്റ്റെക്കാവും. നമുക്ക് വളർച്ച ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് കാരണം നമ്മളിങ്ങനെ തളർന്നു പോവുക ചെയ്യാം. അപ്പൊ ഈ ഡൂയിങ് മോഡൽ സ്റ്റക്ക് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ക്യൂരിയോസിറ്റി കുറയുന്നതും, അതുപോലെ എനിക്ക് എല്ലാം അറിയാം, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു മൈൻഡ് സെറ്റുമാണ്. അപ്പൊ ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഈ ഡൂയിങ് എന്ന് മാസ്റ്ററി എന്ന് പറയുന്ന മോഡിലേക്ക് മാറാൻ പറ്റുക? ഡൂയിങ് മോഡൽ ഇങ്ങനെ നിന്നാൽ പോരല്ലോ അല്ലെ, നമുക്കും എക്സ്പെർട്സ് ആവണ്ടേ, അതോ വെറും എക്സ്പീരിയൻസ് ഉള്ള ആളായാൽ മതിയോ? അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് എന്താണ്, പാഷനും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അതേ പാഷനും അതേ ക്യൂരിയോസിറ്റിയും ഇപ്പോഴും വേണം. ആദ്യമായിട്ട് എങ്ങനെയാണോ മോർണിംഗ് സർക്കിൾ ക്ലാസ് എടുത്തത് അതേ രൂപത്തിൽ ഇപ്പോഴും ക്ലാസ് എടുക്കാനായിട്ട് നമുക്ക് കഴിയണം, അതേ ക്യൂരിയോസിറ്റിയോട് കൂടെ, അതേ പാഷനോട് കൂടെ. ഈ പാഷൻ ഇല്ലാതെ ആവുമ്പോഴാണ് നമ്മൾ പലപ്പോഴും യാന്ത്രികമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതിപ്പം ക്ലാസ് എടുക്കുന്ന കാര്യം മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ കമിതാക്കളെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരുടെ സ്നേഹബന്ധം തുടങ്ങുന്ന സമയത്ത് അവര് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും അല്ലെ, ദിവസം മുഴുവൻ ഫോണിൽ സംസാരിക്കും. പിന്നീട് അതിങ്ങനെ കുറഞ്ഞ് കല്യാണമൊക്കെ കഴിയുമ്പം അതെങ്ങനെ തെറ്റും, ആ പാഷനും ക്യൂരിയോസിറ്റി എല്ലാം കുറഞ്ഞങ്ങ് വരും. പിന്നെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള, യാന്ത്രികമായിട്ടുള്ള, മെക്കാനിക്കൽ ആയിട്ടുള്ള ലൈഫായിരിക്കും. അപ്പൊ ഈ പാഷനും ക്യൂരിയോസിറ്റിയും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മാസ്റ്ററി എന്ന് പറയുന്ന മോഡിലേക്ക് മാറാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈഗോ ഒക്കെ മാറ്റി വെച്ച് നമുക്ക് കറക്ഷൻസ് ഉണ്ടാവണം, നമുക്ക് മിസ്റ്റേക്ക് പറ്റുമെന്ന് നമ്മൾ സമ്മതിക്കണം. മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് നോക്കേണ്ടത്, പറയുന്ന ആളെ നോക്കരുത് ഒരിക്കലും. ഇപ്പൊ എൻ്റെ ഓഫീസിൽ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ എന്നോടൊരു കാര്യം പറയുമ്പോൾ ഞാൻ ചെയ്തത് ശരിയായില്ല എന്നോ, അല്ലെങ്കിൽ ഈ കാര്യം ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ
അത് നമ്മൾ അംഗീകരിക്കണം. ഇപ്പം വിംബിളിനെ സംബന്ധിച്ചാണെങ്കിൽ അർച്ചന മാം ആണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽ സാർ അത് അംഗീകരിക്കുന്നുണ്ട്. അതേസമയം ഞാനാണ് ഇതിന്റെ ഫൗണ്ടർ, നിങ്ങളൊന്നും എന്നോട് അഭിപ്രായം പറയണ്ട, എനിക്കെല്ലാം അറിയാം, ഇത്രയൊക്കെ ആക്കാമെങ്കിൽ എനിക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാമെന്നൊക്കെ സാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡൂയിങ് മോഡൽ സാർ സ്റ്റക്കായി പോകുമെന്നുള്ളതാണ്. അപ്പം പറയുന്ന ആളെ നോക്കാതെ എന്താണ് പറയുന്നത്, ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് ഇന്റൻഷനലി പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് രണ്ട് രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലേ. ഇപ്പം ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാള്, ആളുടെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് വലിയ ബാറ്റ്സ്മാൻ ആണെന്നാണ്. എല്ലാ ദിവസവും പ്രാക്ടീസിന് പോകും. പ്രാക്ടീസിന് പോയിട്ട് അവിടെ ഏറ്റവും മോശം ബൗളറെ വിളിച്ചിട്ടാണ് ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ആൾക്ക്? ഒരിക്കലും ഇല്ല. അയാൾക്ക് ബാറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബൗളർ ഏതാണോ അയാളെ വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ പ്രാക്ടീസ് എന്ന് പറയുന്നത് വെറുതെ ഒരു പേരിന് മാത്രമാക്കി മാറ്റാതെ അതിൽ നിന്ന് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്ന രൂപത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ചെറിയ കുട്ടികളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയാവോ? ക്യൂരിയോസിറ്റി. ആർക്കെങ്കിലും? അതെ, ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും വലുതാവുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ചോദ്യം ചോദിക്കുന്നത് കുറയും. നമ്മളെല്ലാം അങ്ങ് അസ്യൂം ചെയ്ത് കളയും അല്ലേ. അസംഷൻ കൂടി ചോദ്യങ്ങൾ കുറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാൾക്ക്, അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അയാൾ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കില്ല, അയാളെല്ലാം അസ്യൂം ചെയ്യും. അപ്പൊ അതിന് പകരം നമ്മൾ അസംഷൻസ് കുറച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. എന്റെ അസംഷൻസ് കറക്റ്റ് ആണോ, ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളെക്കാൾ ജോലിയിൽ താഴ്ന്നു നിൽക്കുന്ന ആളായിരിക്കാം, പക്ഷെ അയാളുടെ അടുത്തുനിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഈ നമ്മൾ പറയാറില്ലേ പൊതുവിൽ, ഈ കല്ലാണ് പിന്നീട് തേച്ച് മിനുക്കി ഡയമണ്ട് ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പൊ അതുപോലെ ഓരോ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കാനുണ്ടാവും. അയാൾ നമ്മുടെ താഴെയുള്ള ആളാണോ, നമ്മുടെ ജൂനിയർ ആണോ, സീനിയർ ആണോ, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയിൽ നമ്മളൊരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, നമ്മൾ അതിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ മാസ്റ്ററിയിലേക്ക് എത്താൻ നമ്മളെ ഏറ്റവും വലിയൊരു തടസ്സം എന്ന് പറയുന്നത് ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എപ്പോഴും ഒരു കംഫർട്ടബിൾ സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ. ഇപ്പൊ എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. എനിക്ക് പ്രൊമോഷൻ കിട്ടിയപ്പം കമ്പനി വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് പോവേണ്ടത്, അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ അപ്പുറമുള്ള ഓഫീസിലേക്കാണ് ഇനി നാളെ മുതൽ ഞാൻ പോവേണ്ടതെന്ന് എൻ്റെ അടുത്ത് കമ്പനി പറയുന്നു. അപ്പൊ എനിക്ക് ഫാമിലിയെ ഷിഫ്റ്റ് ചെയ്യണം, എല്ലാ ദിവസവും 20 കിലോമീറ്റർ അധികം യാത്ര ചെയ്യണം. പക്ഷെ എന്നാൽ കമ്പനി എനിക്ക് അതിനനുസരിച്ചുള്ള സാലറിയും തരുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന കംഫർട്ടിൽ ഇരിക്കുന്ന എനിക്ക് ഇതൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ആ പ്രൊമോഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയല്ലേ പലപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഞാൻ എപ്പോഴും അവിടെ തന്നെ നിൽക്കും. എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് എല്ലാം പ്രൊമോഷൻ വാങ്ങി അവർ ഉയർന്ന നിലയിൽ എത്തും എന്നുള്ളതാണ്. അപ്പൊ ഡിസ്കംഫർട്ടിന് ഒരിക്കലും നമ്മൾ ഒരു ഫെയിലിയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടോ കാണരുത്. ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണല്ലേ. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടായാൽ മാത്രമേ വളരാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന അതേ സ്ഥലത്ത് കാലാകാലം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഡൂയിങ്ങിൽ നിന്ന് മാസ്റ്ററിയിലേക്ക് പോകാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ഈ പറയുന്ന പാഷൻ മുമ്പുണ്ടായിരുന്ന അതേ പാഷൻ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുക. നമ്മൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അതേപോലെ വീണ്ടും ആക്കുക. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും പാഷൻ കുറയാൻ പാടില്ല. അതുപോലെ ഫീഡ്ബാക്ക് ആക്സെപ്റ്റ് ചെയ്യണം, ഡിസ്കംഫർട്ടിനെ നമ്മൾ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. ഇനി ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതിനകത്ത് പെർഫോമൻസും ഉണ്ട്, ടൈമും ഉണ്ട്. ഈ സമയം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുമല്ലേ. എക്സ്പീരിയൻസ് കൂടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ഒരു സംഭവത്തിനെയാണ്, ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ പ്ലാറ്റോ എന്ന് വിളിക്കുന്നത്. ഒരു ഡോട്ടഡ് ലൈൻസ് കണ്ടോ, റെഡ്? ഇനീഷ്യലി നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രോത്ത് ഇല്ല. സാച്ചുറേഷൻ. അതെ, സാച്ചുറേഷൻ. നമ്മൾ ആ ഒരു സ്റ്റേജിൽ അങ്ങ് സ്റ്റക്ക് ആയിട്ട് പോകും. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളെ പറ്റിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഗ്രോത്ത് ഇല്ല.
ഇനീഷ്യലി ഭയങ്കര സ്പീഡിലായിരിക്കും ഗ്രോത്ത്, പിന്നീട് ഗ്രോത്ത് ഉണ്ടാവില്ല. ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഒരിക്കലും വിസിബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ വളരെ നേരെ ഇംപ്രൂവ്മെന്റ് ആയിരിക്കും. ഈ നേരെ ഇംപ്രൂവ്മെന്റ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഞാനിപ്പം ഈ കർവ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പലചരക്ക് കടക്കാരന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ ദിവസവും 500 രൂപ വെച്ചിട്ട് അയാളുടെ സെയിൽ കൂടുന്നുണ്ട്. അപ്പൊ അയാൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും അല്ലേ? ഉം. അയാൾ കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഈ സാച്ചുറേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മോട്ടിവേഷൻ കുറയാൻ തുടങ്ങും. കാരണം നമുക്ക് പുതുതായിട്ട് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, ജീവിതത്തിൽ പുതുതായിട്ട് ഒരു മാറ്റങ്ങളും വരുന്നില്ല. ഈ മോട്ടിവേഷൻ കുറഞ്ഞു കഴിയുമ്പം ഈ സാച്ചുറേഷൻ കാണുന്ന റെഡ് ലൈൻ എന്ത് ചെയ്യും? താഴേക്ക് വരാൻ തുടങ്ങും. ഈ ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ പ്ലാറ്റോ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊരു ഡ്രീം ഉണ്ട്. ആ ഡ്രീം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നല്ലപോലെ എഫേർട്ട് എടുത്തിട്ട് ആ ഡ്രീം നമ്മൾ നേടിയെന്ന് വിചാരിക്കുക. ഇപ്പൊ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്നുള്ളതാണ്. എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു എഞ്ചിനീയർ ആവണം എന്നുള്ളത്. ഞാൻ സ്കൂളിൽ നന്നായിട്ട് പഠിച്ചു, കോളേജിൽ നല്ല മാർക്ക് വാങ്ങിച്ചു, ഇന്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്തു. അവസാനം എനിക്കൊരു കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടി. പിന്നീട് എന്ത് സംഭവിക്കും? എനിക്ക് പുതിയതായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. എനിക്ക് നേടാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സംഗതി 21-ാം വയസ്സ് 22-ാം വയസ്സിൽ നേടി. ഇനി എനിക്ക് വർഷങ്ങൾ ജീവിക്കാൻ കിടക്കുകയാണ്, പക്ഷെ എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ ആ കരിയറിൽ അവിടെ അങ്ങ് സ്റ്റക്ക് ആയി പോകും. കാരണം എനിക്കിനി പുതിയതായിട്ടുള്ള ഗോളൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഗോൾ ഓൾറെഡി ഞാൻ നേടിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറയുന്ന സംഗതി നേടി പുതുതായിട്ട് എക്സൈറ്റിംഗ് ഒന്നും ഇല്ലാതെയാവുമ്പോൾ ഈ പറയുന്ന സാച്ചുറേഷനിലേക്ക് നമ്മൾ എത്തും. പ്ലാറ്റോ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എക്സാമിന് മാർക്ക് കിട്ടിയപ്പം എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു അല്ലേ? 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയപ്പോൾ എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന് ചേരണം. എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നപ്പം എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നല്ല സ്കോർ വാങ്ങിക്കണം, നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെന്റ് വാങ്ങിക്കണം. നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് മോട്ടിവേഷൻ ഒന്നുമില്ല. അപ്പൊ എനിക്ക് പൊതുവെ വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അങ്ങ് കുറയും എന്നുള്ളതാണ്. അപ്പം ആദ്യം നമുക്ക് റിസൾട്ട് കിട്ടി, അതുകൊണ്ട് എക്സൈറ്റ് ചെയ്യാനൊന്നുമില്ല. രണ്ടാമത് എക്സൈറ്റ് ചെയ്യാനൊന്നുമില്ലാത്തത് കാരണം എൻ്റെ മോട്ടിവേഷൻ കുറയും. മോട്ടിവേഷൻ കുറയാനുള്ള കാരണം നമ്മൾ പറയുന്നത്, നമ്മൾ ഈ പഠിച്ചിട്ടില്ലേ ഡോപ്പമൈനെ കുറിച്ച്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന സംഗതിയാണ് നമുക്ക് ഈ മോട്ടിവേഷൻ തരുന്നത്, എക്സൈറ്റിംഗ് ആക്കുന്നത്. ഇതൊരു ആന്റിസിപ്പേറ്ററി നാച്ചുറൽ ഒരു ഹോർമോണാണ്. എന്തോ വരാൻ പോകുന്നു എന്ന് ഉള്ള സമയത്താണ് ഈ ഡോപ്പമൈൻ റിലീസ് ആവുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയൊന്നും വരാനില്ല. ഇപ്പൊ മമ്മൂട്ടി വിചാരിക്കുകയാണ് എനിക്ക് 4 നാഷണൽ അവാർഡ് കിട്ടി, ഇനി എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മമ്മൂട്ടി അവിടെ സ്റ്റക്കായില്ലേ? മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോവില്ല. ഇനിയിപ്പോൾ അഭിനയിച്ചാൽ തന്നെ അത് മുമ്പത്തെ അത്രയും നന്നാവില്ല എന്നുള്ളതാണ്. ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പഴയ ഹാബിറ്റിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പൊ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ ജിമ്മിൽ പോയി ചേർന്നു. എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്. ഓരോ മാസം ഒരു 2 കിലോ വെച്ച് ഞാൻ കുറയുന്നുണ്ട്. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പം 12 കിലോ കുറഞ്ഞു. അത്യാവശ്യം നല്ല സ്പീഡിൽ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് കുറയുന്നത്. പക്ഷെ പിന്നെ കുറയുന്നില്ല. കാരണം ആദ്യത്തെ 12 കുറയുന്ന പോലെയല്ല പിന്നീട് വെയിറ്റ് കുറയാന്ന് പറയുന്നത്. നമ്മൾ അഡീഷണൽ എഫേർട്ട് ഇടണം. പക്ഷെ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടും കുറയുന്നില്ല. ഞാൻ ഈ വെയിറ്റ് കുറച്ചത് എല്ലാ ദിവസവും ജിമ്മിൽ പോയി ഡയറ്റ് നന്നായിട്ട് ഫോളോ ചെയ്തിട്ടാണ്. പക്ഷെ ഒരു ലെവലെത്തി കുറയുന്നില്ല എന്ന് കാണുമ്പോൾ ഞാൻ വീണ്ടും എന്താ വിചാരിക്കുന്നത്, ഇനിയിപ്പോൾ എന്തിനാ ജിമ്മിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ചിന്ത മാറും. ഇങ്ങനെ മാറുമ്പോഴുള്ള പ്രശ്നം, നമ്മൾ എന്തായിരുന്നോ നമ്മൾ ഈ ഗോളിന് വേണ്ടി എഫേർട്ട് ഇടാൻ തുടങ്ങിയതിന് മുമ്പുള്ള ഹാബിറ്റ്, ആ ഹാബിറ്റിലേക്ക് തിരിച്ചു പോകും. കോളേജിൽ നന്നായിട്ട് പഠിച്ചിരുന്നൊരു കുട്ടി, സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിരുന്നൊരു കുട്ടി കരിയറിൽ എത്തിയപ്പോൾ സ്റ്റക്കായി. നമ്മൾ കാണാറില്ലേ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ? ഫുൾ A+ വാങ്ങിയിട്ടുണ്ടാവും, +2 ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും, എഞ്ചിനീയറിംഗിന് റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ കരിയറിൽ എത്തുമ്പോൾ പിന്നെ സാധാരണമായിട്ടുള്ള ജീവിതം, പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം അവർ വെച്ചിരുന്ന ഗോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു. അതിനപ്പുറം ഒരു ഗോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഴയ ഹാബിറ്റിലേക്ക് തിരിച്ചു പോകും. ജീവിതം ലേസി ആവും, അല്ലെങ്കിൽ ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോകും. മുമ്പുണ്ടായിരുന്ന അത്രയും ഒരു എനർജി ഒന്നും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്.
അതുപോലെ നമ്മൾ ഓൾറെഡി ഞാൻ പഠിച്ചു കഴിഞ്ഞു എല്ലാം, ഇനി എനിക്ക് ഇതിന്റെ പ്രാക്ടീസിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ക്ലാസ്സുകൾ എടുത്തു കഴിയുമ്പം ഒട്ടുമിക്ക ടോപ്പിക്കും നമുക്ക് അറിയാം. നമ്മൾ കുറേ ക്ലാസ്സുകൾ കേട്ട് കുറേ ക്ലാസ്സുകൾ എടുത്തു, ഇനി എനിക്ക് പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. പക്ഷേ വേറെ ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആവുന്നില്ല, കാരണം നമ്മൾ നോക്കുന്നേ ഇല്ല. മുമ്പായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ChatGPT ചോദിച്ചുകൊണ്ടിരുന്നു, സൈക്കോളജിയിൽ ഇനി എന്താ ടോപ്പിക് ഉള്ളത്, പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. പക്ഷെ കുറെ ടോപ്പിക് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ChatGPTയുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീർന്നു, ഇനിയൊന്നും പുതുതായിട്ടില്ല. അതുകൊണ്ട് ചോദ്യം നിർത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നതും കുറയും എന്നുള്ളതാണ്. ഇങ്ങനെ അനുഭവമുള്ളവരുണ്ടോ? ഈ പറയുന്ന തുടക്കത്തിൽ നല്ല എനർജി ആയിട്ട് പോയിട്ട് പിന്നീട് അങ്ങ് സ്റ്റക്ക് ആവുന്നേ ഉണ്ടല്ലോ അല്ലെ? അതെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്കിനി ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. സഫ്ന മാം എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ എഫേർട്ടിനെ മെഷർ ചെയ്യുന്നത് സമയം വെച്ചിട്ടായിരിക്കും. ഞാനൊരു ദിവസം 4 മണിക്കൂറാണ് പഠിക്കുന്നത്. 4 മണിക്കൂർ പഠിച്ചപ്പോൾ എനിക്ക് എല്ലാ പേപ്പറിലും 100 മാർക്ക് കിട്ടിയെന്നൊരു വിദ്യാർത്ഥി ചിന്തിക്കുകയാണ്. പക്ഷെ പിന്നെ 4 മണിക്കൂർ പഠിച്ചാൽ ചിലപ്പോൾ 100 കിട്ടില്ല. എല്ലാ ദിവസവും 1 മണിക്കൂർ ജിമ്മിൽ പോയാൽ മാസം 2 കിലോ കുറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് 2 കിലോ കുറയണമെങ്കിൽ ഒരു മണിക്കൂർ പോയാൽ പോരെ, 2 മണിക്കൂർ പോവേണ്ടി വരും. അപ്പൊ നമ്മൾ മെഷർ മാറ്റണം. നമ്മൾ ഒരിക്കലും നമ്മളിടുന്ന എഫേർട്ടിനെയോ ടൈമിനെയോ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. നമ്മൾ മെഷർ ചെയ്യേണ്ടത് റിസൾട്ട് ആയിരിക്കണം. റിസൾട്ടിൽ മാറ്റം വരുന്നുണ്ടോ എന്നായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മുമ്പിട്ടിരുന്ന അതേ എഫേർട്ട് ഇപ്പോഴും ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് മുമ്പ് കിട്ടിയ അത്രയും റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. രണ്ടാമതായിട്ട്, നമ്മളൊരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്ത്, അർച്ചന മാം വിംബിളിൽ ജോയിൻ ചെയ്ത സമയത്ത് മാമിന്റെ മനസ്സിൽ എന്തായിരുന്നു ഒരു തോട്ട് എന്ന് പറയുന്നത്? മാമിന് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ആളുകളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയും അല്ലേ മാം? അതെ. നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ നമ്മൾ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഞാനാണെങ്കിലും എനിക്ക് ക്ലാസ് എടുക്കാൻ വലിയ കുഴപ്പമില്ലാതെ അറിയാം, സംസാരിക്കാൻ അറിയാം എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും തുടങ്ങി വെച്ചത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പ്ലാറ്റോ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, നമുക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയയിലാണ്. നമ്മൾ ഇത്രയും നാൾ ക്ലാസ് എടുത്തത് മലയാളത്തിലാണെങ്കിൽ ഇനി നമ്മൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ നോക്കണം. ഇത്രയും നാൾ ക്ലാസ് എടുത്തത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലാണെങ്കിൽ ഇനി നമ്മൾ വേറെ ഏതെങ്കിലും വിഷയത്തിൽ ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് എന്താണോ വീക്ക് ആയിട്ടുള്ള പോയിന്റ് അതിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം സ്ട്രോങ് ആയിട്ടുള്ളത് വെച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൽ തന്നെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പം ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഈ OCD ഒക്കെ ഉള്ള ആളുകൾ വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കും, ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തവണ ചെയ്താലും 100 തവണ ചെയ്താലും 1000 തവണ ചെയ്താലും റിസൾട്ട് മാറില്ല. എപ്പോ നമ്മളത് ഡിഫറൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് മാറുള്ളൂ. നമ്മൾ മുമ്പ് ചെയ്തിരുന്ന കാര്യം വീണ്ടും ചെയ്തിട്ട് മുമ്പ് ചെയ്തേക്കാൾ നല്ല റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന രീതി മാറ്റി നോക്കണം, ചെയ്യുന്ന കാര്യം മാറ്റി നോക്കണം. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ പിന്നെയും വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മൾ നമ്മുടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള പോയിന്റിൽ പിടിക്കണം, അതെന്താണെന്ന് നോക്കിയിട്ട് അതിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്രോ ചലഞ്ചസ് ആഡ് ചെയ്യുക. നമുക്ക് തുടക്കത്തിൽ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ചലഞ്ചസ് ഉണ്ടായിരുന്നു, നമുക്ക് ക്ലാസ് എടുക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സിന് ചേരുന്നത്. കോഴ്സിന് ചേർന്നു, നല്ല ട്രെയിനിങ് കിട്ടി, നമ്മൾ ക്ലാസ് എടുക്കാൻ പഠിച്ചു, സെഷനുകൾ എടുക്കാൻ പഠിച്ചു. അപ്പൊ നമുക്ക് ചലഞ്ചിങ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ ചലഞ്ചസ് നമ്മൾ ആഡ് ചെയ്യണം. മുമ്പ് മോർണിംഗ് സർക്കിളിൽ സജിന മാം ഡേറ്റ് ചോദിക്കുന്ന സമയത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോപ്പിക് കൊടുത്തിരുന്നെങ്കിൽ ഇനി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റ് കൊടുക്കണം. മുമ്പ് നമ്മൾ 3 ആഴ്ച കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഇനി നമ്മൾ 2 ആഴ്ച കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് സ്കിൽ പഠിപ്പിക്കുന്നതിന് പകരം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെ, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ എടുക്കാൻ നോക്കണം. എന്നും നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഒരേ ടോപ്പിക്ക് തന്നെ സംസാരിക്കുന്നതിന് പകരം പുതിയ പുതിയ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്ക് തന്നെ നമ്മൾ ചലഞ്ചസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ്.
കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ കോഴ്സിന് പുറമെ മറ്റു കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണം. ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ജോലികൾക്ക് പുറമെ വേറെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. നമുക്കിപ്പോൾ CSR ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. ടീമിനെ ലീഡ് ചെയ്യാൻ പറയും. ഇങ്ങനെ നമ്മൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ചലഞ്ചസ് നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രൂപത്തിലാവരുത് എന്ന് മാത്രം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്നാൽ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ റുട്ടീൻ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുന്നത് മക്കൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് അവരെ റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്, ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോവാണ്, ഒരു ബഹളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് മാറ്റിയിട്ട് അവർ ബഹളം വെച്ചോട്ടെ, അവരെ ഫ്രീ ആക്കി വിടൂ, അവർ സൈഡിൽ നിന്നോട്ടെ, അങ്ങനെ ക്ലാസ് എടുക്കാൻ പഠിക്കണം. കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും ഈ എൻവറോൺമെന്റ് കിട്ടില്ല. നമ്മളെന്നും വൈകുന്നേരം 7 മണിക്കുള്ള ക്ലാസ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ, വേറൊരു സമയം എനിക്ക് പറ്റില്ല, ഞാൻ നല്ല തിരക്കിലായിരിക്കും ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ അതിന് പകരം 6 മണിക്ക് എടുക്കുക, 5 മണിക്ക് എടുക്കുക, രാവിലെ എടുക്കുക. നമ്മുടെ പാറ്റേൺസ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. നമുക്ക് അവസരങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല, കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നതാണ് നമ്മൾ പുതിയ പുതിയ അവസരങ്ങൾ കണ്ടുപിടിക്കണം. ഫൈസൽ സാറിനെ കണ്ടിട്ടില്ലേ, വിമ്പിൾ ഒരു വലിയ കമ്മ്യൂണിറ്റി ആയി മാറി എന്ന് പറഞ്ഞ് സാറ് റെസ്റ്റ് എടുക്കുകയാണോ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, സാർ പുതിയ പുതിയ ബിസിനസ് മോഡൽസ് കൊണ്ടുവരുന്നുണ്ട്, പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്, അവസരങ്ങൾ തേടി പോകുന്നുണ്ട്, പുതിയ ആളുകളെ ടീമിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സാറിന്റെ കുറച്ചു കാലങ്ങളായിട്ട് സാറിന്റെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ പുതിയ പുതിയ അവസരങ്ങൾ കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ സാർ വിചാരിക്കുകയാണ് കമ്മ്യൂണിറ്റി ആയി, വിമ്പിളായി, എനിക്ക് അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, ഇനിയിപ്പോൾ അത് അങ്ങനെ പോയിക്കോളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുതിയ ആളുകൾ അവിടെ കിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും പുതിയ പുതിയ അവസരങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ പ്ലാറ്റോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ കാര്യം വീണ്ടും ചെയ്തുകൊണ്ട് കാര്യമില്ല, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് നമുക്ക് പുതിയ റിസൾട്ട് കിട്ടുന്നത്, നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇത്രയും നമ്മൾ സംസാരിച്ചതെന്ന് പറയുന്നത് എന്താണ്? ഡൂയിങ് എന്ന് പറയുന്ന മോഡ് അല്ലെ, എന്താണ് എക്സ്പീരിയൻസ്, എന്താണ് എക്സ്പെർട്ടൈസ്, എങ്ങനെയാണ് നമ്മൾ ഡൂയിങ് എന്ന് പറയുന്ന മോഡിൽ സ്റ്റക്ക് ആവുന്നതും മാസ്റ്ററിയിലേക്ക് എത്താത്തതും എന്തുകൊണ്ട്, അതുപോലെ എന്താണ് ഈ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ഫോട്ടോ കണ്ടിട്ട് ആർക്കെങ്കിലും ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ? യെസ്, എന്താണ്? മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന മൂവിയിലെ ഒരു ഫോട്ടോ ആണിത്. അതെ, മഹേഷിന്റെ പ്രതികാരം എന്ന മൂവിയിലെ ജിംസിയുടെ ഫോട്ടോയാണ്, മഹേഷ് ഭാവൻ എടുക്കുന്ന ഫോട്ടോയാണ്. ഈ സിനിമയിൽ മഹേഷ് ഭാവൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് അല്ലെ, ആളുടെ ഫാദർ നടത്തുന്ന സ്റ്റുഡിയോ ആണത്. പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു സ്റ്റുഡിയോ ആണ് അല്ലേ. പക്ഷെ ഈ ഫോട്ടോയുടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ, എക്സ്പെർട്ട് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോയാണോ? അല്ലല്ലോ. അപ്പൊ ആള് ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷെ നേരത്തെ പറഞ്ഞ ഡൂയിങ് മോഡിലാണ്. കസ്റ്റമേഴ്സ് വരുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. അതിന്റെ ക്വാളിറ്റി എന്താണെന്നോ അത് നന്നായിട്ടുണ്ടോ ക്രിയേറ്റീവ് ആണെന്നൊന്നും ചിന്തിക്കുന്നില്ല അല്ലേ. ഇനി ഇതൊന്ന് നോക്കിയേ, ഈ പറയുന്ന ജിംസി വന്നിട്ട് ഈ ഫോട്ടോ നന്നായില്ല എന്ന് പറയുമ്പോഴാണ് ട്രിഗർ ആവുന്നത്. ഞാൻ എടുക്കുന്ന ഫോട്ടോ നന്നാവുന്നില്ല, എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാനുണ്ട് അല്ലെ. മറ്റു പലരോടും ചോദിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്ന ഫോട്ടോസ് ഒന്നും നന്നാവുന്നില്ലേ. അതുപോലെ ഈ മഹേഷിന്റെ അച്ഛൻ പറയുന്നുണ്ട്, മഹേഷെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും, പക്ഷേ എന്താണ് പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റുന്നു. ഇതെല്ലാം മഹേഷിനൊരു ട്രിഗറാണ്. മഹേഷ് എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫി പഠിക്കുന്നു, എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് ഫോട്ടോ എടുക്കാമെന്ന് ചിന്തിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ രണ്ടാമത്തെ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഫോട്ടോയും രണ്ടാമത്തെ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യത്തേത് വെറും എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഒരു എക്സ്പേർട്ടാണ്, ഒരു എക്സ്പേർട്ട് ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോയാണ്. നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ആ മാറ്റം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ആരാവണം? നിങ്ങൾക്ക് ജിംസിയെ കൊണ്ട് എന്താ പറയിപ്പിക്കേണ്ടത്? ചേട്ടൻ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ എന്നാണോ, അതോ ചേട്ടൻ സൂപ്പറാ എന്നാണോ? ഇതിൽ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം? നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ
വെറും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡൂയിങ് മോഡിൽ നിൽക്കുന്ന ആളാവണോ, അതോ രണ്ടാമത് പറഞ്ഞ എക്സ്പേർട്ട് ആയിട്ടുള്ള മാസ്റ്റർ ആയിട്ടുള്ള ആളായിട്ട് മാറണോ? എല്ലാവരും ചിന്തിക്കുക, ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഇതുപോലെ സ്റ്റക്കായിട്ട് കിടപ്പുണ്ടാവും. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റക്കായത്? ഞാൻ മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, എന്താണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജിംസി ആരാണോ അവരെ കൊണ്ട് പറയിക്കുക ചേട്ടൻ സൂപ്പർ ആണെന്ന്. ഓക്കെ, താങ്ക് യു. ഇത്രയും സമയം കേട്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്ക് ഒക്കെ പറയാനുള്ള സമയമാണ്. താങ്ക് യു സോ മച്ച് റോഫ് സർ. എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ ഈ മാറ്റം വരുത്തുന്നല്ലേ. ഇത്രയും കാലം ചെയ്തോണ്ടിരുന്ന കാര്യങ്ങള് ബ്രേക്ക് ചെയ്തിട്ട് സാറ് പറഞ്ഞ പോലെ എന്തായാലും എല്ലാരും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും, അതിലൊരു സംശയവുമില്ല. അംബിക മാമിന്റെ മുഖത്തുള്ള ചെറിയ നേർത്ത പുഞ്ചിരിയൊക്കെ കണ്ടാൽ അറിയാം വാട്ട്സ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യും എന്നാണ് ചിന്ത. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു ടോപ്പിക്ക് കേട്ട സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാനുണ്ടാവും എന്ന് എനിക്കറിയാം. ഈ സമയം നമുക്ക് അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സൂസൻ മാം ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് തുടങ്ങാം. അപ്പൊ എന്തായാലും റൌഫ് സാറ് ഗുഡ് നല്ലൊരു ഈവനിങ്. സെഷൻ. ഓക്കെ, തുടങ്ങട്ടെ. യെസ് മാം, പറഞ്ഞോളൂ മാം. പ്ലീസ് പറഞ്ഞു. ഓക്കെ ഓക്കെ, റൌഫ് സാറേ നല്ലൊരു സെഷൻ ആയിരുന്നു. കഴിഞ്ഞ ദിവസം സാറ് ഇതുപോലെ ഞാൻ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്താണ് നമ്മൾ ട്രെയിനിങ് സെഷനിൽ ഇത് കൊണ്ടുവരണമെന്ന്. അങ്ങനെ സാറ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ക്രിയേറ്റീവായിട്ടുള്ള നല്ല സബ്ജക്ട്സ് കൊണ്ടുവരണം എന്ന് സാറ് പറഞ്ഞു. ഇന്നത് സാധ്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതലും നമ്മൾ എക്സ്പീരിയൻസ് മോഡിൽ നിന്ന് എക്സ്പെർട്ടൈസ് ആയിട്ട് എങ്ങനെ മാറാം അല്ലെ, ഡൂയിങ് മോഡ്, മാസ്റ്ററി മോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പാറ്റോ, സാച്ചുറേഷൻ, അങ്ങനെ നമ്മൾ ആ സാച്ചുറേഷനിൽ നിൽക്കാതെ നമ്മളെപ്പോഴും ആ ഗ്രാഫ് അങ്ങനെ അങ്ങോട്ട് വളർന്നു പോകണം എന്നുള്ള ഒരു മോട്ടിവേഷൻ തന്നു സാർ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. എന്താ പറയാ, അതിന്റെ ഒരു എക്സിറ്റ് അല്ലെങ്കിൽ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു മാസ്റ്ററി മോഡിലേക്ക് എങ്ങനെ എത്താം. വെറുതെ ഒരു എക്സ്പീരിയൻസ് മാത്രം കിട്ടിയതുകൊണ്ട് ഒന്നും ആവില്ല. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, ആക്ട് ഡിഫറെന്റ്ലി എന്നാണ് സാറ് പറഞ്ഞു വെച്ചത്. അപ്പൊ നല്ലൊരു സെഷനായിരുന്നു റോഫ് സാറേ. അപ്പൊ എന്തായാലും ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള സാർ എപ്പോഴും AI ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള തോട്ടുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നല്ല ക്ലാസ്സാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു അംബിക മാം. ഓക്കെ, അബ്ദുൾ റാഫ് ജി. ഗുഡ് മോർണിംഗ് വേണു സർ. ഞാൻ പറയാൻ പോകുന്നതിനെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ ഐ എം ഷുവർ ദാറ്റ് എല്ലാവരും 100% അതായിട്ട് എഗ്രി ചെയ്യും. ക്യൂരിയോസിറ്റി, യു സെഡ് ദാറ്റ് ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റി എന്ന് നശിക്കുന്നു അന്ന് അവരുടെ ഗ്രോത്ത് അവിടെ തന്നെ നിൽക്കും. പിന്നെ അതിന് മൂലകാരണം ഇവിടുത്തെ രണ്ടുപേര് ടീച്ചേഴ്സാണ്, അവർ എക്സെപ്ഷനാണ്. ഞാൻ ഈ പറയുന്നത് ചിലത് ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ എല്ലാവരും എന്നെയാണോ ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് അതാണ് എടുക്കുന്നത്. നോ, ഇവർ രണ്ടുപേരും എക്സെപ്ഷൻ പറയാൻ കാരണം അവർക്ക് ആ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് വീണ്ടും റിട്ടയർ ചെയ്തതിന് ശേഷവും പിന്നെയും ഇതേപോലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ മോർ ദാൻ 90% ഓഫ് ദി ടീച്ചേഴ്സ്, ഇത് ഞാൻ പറയുന്നത് ആദ്യത്തേക്ക് എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ നാട്ടിലെ ഒരു മോർ ദാൻ 10 BEd കോളേജിൽ ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാന്ന് ആരും പറഞ്ഞു കളയരുത് കേട്ടോ. ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. ഒരു നല്ലൊരു ശതമാനം, അതായത് ഈ പറഞ്ഞ മോർ ദാൻ 80 or 90% ഓഫ് ദി ടീച്ചേഴ്സ്, അവരാണ് കുട്ടികളുടെ ആ ക്യൂരിയോസിറ്റിയെ കൊന്ന് കുഴിച്ചു കൊടുക്കുന്നത്. കുട്ടികൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെജോറിറ്റി ടീച്ചേഴ്സിന് അവരൊരു നോക്കൂലി വാങ്ങിക്കാൻ വരുന്നവരാണ്. ഒരു വരുമാനത്തിന്, ഒരു ജോലി, ഒരു ടൈം പാസ്. അവർ ദേ ഡോണ്ട് അപ്ഡേറ്റ് ദർ നോളജ്. അവർക്ക് മിക്കതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞും കൂടാ. കുട്ടി അത് ചോദിക്കുമ്പോൾ ദേ ഫീൽ ആംഗ്രി. ഇത് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനവിടെ ചെറുപ്പത്തിൽ അവിടെ പഠിച്ചു വന്നിട്ടുള്ളവനാണ് ഞാൻ. വല്ല സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സാറന്മാരായിരുന്നു കൂടുതൽ. ഇന്ന് സാറന്മാരല്ല, ഇന്ന് കംപ്ലീറ്റ് ഈ ലേഡീസാണ്. അപ്പോൾ ഈ സംശയം ചോദിച്ചാൽ അന്ന് സാറന്മാർ തന്നെ ഒരു നിയർലി 50% അവരോട് തന്നെ ചൂടാവും. അതേ പ്രസംഗി
ഒന്നും കേട്ട് പഠിച്ചാൽ മതി കേട്ടാ, കൂടുതലും ചോദിക്കണ്ട കേട്ടാ, നീ പഠിച്ചാൽ മതി, പറഞ്ഞു തരുന്നതിന് പഠിച്ചാൽ മതി. അങ്ങനെ പറയുമ്പോൾ ബാക്കി എല്ലാ പിള്ളേരും ബാക്കിയെല്ലാം കൂടി എന്ന് പറയും, ചിരിക്കും. ആ ചിരിയും കൂടെ ആകുമ്പോൾ തന്നെ ഈ ക്യൂരിയോസിറ്റിയോട് കൂടി സംശയം ചോദിച്ച കുട്ടി അതോടുകൂടി പിന്നെ സംശയം ചോദിക്കുന്നത് നിർത്തും. അങ്ങനെ ക്യൂരിയോസിറ്റി എന്നുള്ള ആ വിത്ത് അത് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലൊരു ശതമാനം ടീച്ചേഴ്സ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്നിട്ട് ആ ക്യൂരിയോസിറ്റി പോയതിനു ശേഷം പിന്നെ ക്യൂരിയോസിറ്റി പിന്നെ മുളയ്ക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് അവരാണ് കൂടുതൽ സക്സസ്ഫുൾ. കോളേജിലേക്ക് കയറി കഴിഞ്ഞോ പോയി. PhD എടുത്തോ, അമേരിക്ക പറയുന്നത് PhD ഈസ് പെർമനന്റ് ഹെഡ് ഡാമേജ്. നമ്മുടെ നാട്ടിലും PhD എടുത്തിട്ടുള്ള കുറെ പേരുണ്ട്. അവർക്ക് ഒന്നിനെക്കുറിച്ച് ഒരു കാര്യം അറിഞ്ഞുകൂടാ. 10ാം ക്ലാസ് സ്കൂളിൽ നിന്ന് എപ്പോഴും നേരത്തെ വിടുന്നോ തോറ്റു പോകുന്നോ അവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള കൂടുതലും. മറ്റേ ധീരുഭായ് അംബാനി, എന്നിട്ട് കോളേജ് ഡ്രോപ്പ് ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ്, എന്നിട്ട് കോളേജ് വിട്ടേച്ച് പോയത്. അതുകൊണ്ട് ഈ നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ വളരെ പരിതാപകരമാണ്. ഇതൊരു ഫാക്റ്റാണ്. ഇതിനെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. ആ ക്യൂരിയോസിറ്റി അവിടെ 2 പാരൻസ്, ഈ പാരൻസും കുട്ടി എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും. പാരൻസ് ഓൾസോ ഗെറ്റ് ആംഗ്രി. അങ്ങനെയാണ് കൊല്ലുന്നത്. ഇത്രയും മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Good evening, Ravi sir, Archana ma'am, and all ഗുഡ് dears. ഈവനിങ് ഹേമ മാം. ഗുഡ് ഈവനിങ് മാം. ഇന്ന് ഒരുപാട് നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പേർട്ട് ലെവലിൽ നിന്ന് അല്ല, എക്സ്പീരിയൻസ് ലെവലിൽ നിന്ന് അങ്ങോട്ട് കയറി വന്നിട്ടില്ല. ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട്, കുറെ പഠിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നല്ലോണം അറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊന്നും ആയാൽ പോരാ, കുറെ കൂടെ വർക്ക് ചെയ്യണം എന്നൊരു തോന്നൽ. അത് ഈ പറഞ്ഞ പോലെ പ്രായമോ മറ്റുള്ളത് ഒന്നുമല്ല, നമുക്ക് മരിക്കുന്നവരെ വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്നും ഇനി ഒരുപാട് ചെയ്യാനുണ്ടെന്നും മനസ്സിൽ തോന്നിപ്പിച്ച നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു മാം. അതെ, തീർച്ചയായിട്ടും പ്രായം ഒന്നൊരു പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നത് അംബിക മാമിനെയൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ പ്രായത്തിലും മാം എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്. സൂസൻ മാം, ഹേമ മാം, എല്ലാവരും ഇവിടെ കാണുന്ന, ഞാൻ ഈ പറയുന്ന ഏജ്ഡ് ആയിട്ടുള്ള എല്ലാവരും. നമ്മളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. അപ്പൊ പ്രായം നോക്കണ്ട. എന്നും അതെ, എനിക്കൊന്ന് റിട്ടയർമെന്റിന് ശേഷമാണ് ആളുകളൊന്ന് ഉഷാറായി വരുന്നത്. ഓരോരോ PG എടുക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം കൂടുക. അതുകൊണ്ട് ഗുണമുണ്ടല്ലേന്നൊന്നുമല്ല, എന്നാലും മാസ്റ്റേഴ്സിന്റെ എണ്ണം ഇങ്ങനെ കൂട്ടുമ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ അതൊന്ന് പ്രയോജനത്തിലേക്കൂടെ എത്തണ്ടേ. ഇപ്പൊ ഞാനും ഇപ്പൊ ഇവരുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ 24th ബാച്ചിലുണ്ട്. ഞങ്ങളും ഇങ്ങനെയൊക്കെ ആയി വരും. അതെ അതെ, എല്ലാരും ആവണം, എല്ലാവരും ആയി വരണം. പിന്നെ പോസ്റ്ററിൽ എണ്ണം കൂടുന്നത് നല്ലതല്ലേ. ഞാൻ രവി സാറിന്റെ ഒരുപാട് കട്ടിക്കിരിക്കട്ടെ. മോർണിംഗ് സർക്കിൾ ക്ലാസ്സുകളും കേൾക്കാറുണ്ട്. മറ്റേ ഇതിലും കോഫി ടോക്കിലും ഒക്കെ കേൾക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ചെറുപ്പക്കാരിൽ നിന്ന് ടെക്നോളജി പഠിക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അവരുടെ സ്കില്ലും ടെക്നോളജിയും നമുക്കില്ലല്ലോ, നമുക്കത് പോയല്ലോ. അപ്പൊ നമ്മള് പഠിച്ചെടുക്കും, അത്ര തന്നെ. ഞങ്ങളും ക്യാൻവ പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ പഠിച്ചോണ്ടിരിക്കുക. അതെ അതെ അതെ, ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവസാനം പുലികളെ തട്ടിമുട്ടി നടക്കാൻ പറ്റാതെ ഓ ഈശ്വരാ. നിങ്ങളെ ശല്യപ്പെടുത്താനൊന്നും വരില്ല കേട്ടോ. അതൊക്കെ ഓരോ സൈഡിൽ കൂടെ ഒക്കെ പോയിക്കൊള്ളണം. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി എല്ലാവരും എക്സ്പെർട്ടൈസ് ആവാൻ പോണ്. ഞാൻ സാറിന്റെ ഞാൻ സാറിന്റെ മോർണിംഗ് സർക്കിളിലെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ 2-3 പോയിന്റ്സ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മോഡിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആവരുത്. ഇനി ഒരാള് അങ്ങനെയാണ് പോണത്, മറ്റാള് എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസ് ആവാൻ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സാറിന്റെ പോയിന്റ്സ് ഒക്കെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷായി. താങ്ക് യു മാം, താങ്ക് യു. ഏർലി സക്സസ് കിട്ടുന്നവർക്കാണ് കൂടുതലായിട്ടും ഈ പറയുന്ന മോഡിലേക്ക് പോകുന്നത്. നേരത്തെ വേണു സാർ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഔട്ട്സ് ഇപ്പം എൻ്റെ കോളേജിലൊക്കെ
നല്ല മാർക്ക് കിട്ടിയിരുന്ന നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരൊക്കെ IT കമ്പനിയിൽ ജോയിൻ ചെയ്തു. എന്നെ പോലെ മീൻസ് ഞാൻ നല്ല മാർക്ക് വാങ്ങിച്ചെന്നല്ല ഉദ്ദേശിച്ചത്. എന്നെ പോലെ IT കമ്പനിയിൽ ജോയിൻ ചെയ്തു. പക്ഷെ എന്നാൽ മാർക്ക് കുറഞ്ഞ് IT-ലൊന്നും കിട്ടാത്തവരൊക്കെ പിന്നീട് MTech എടുത്ത് അവരുടേതായ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം MTechന് ശേഷം പലരും എയറോനോട്ടിക് ഫീൽഡിലേക്ക് പോയി, മെക്കാനിക്കൽ ഫീൽഡിലേക്കൊക്കെ പോയി. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഏർലി സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന സാച്ചുറേഷൻ മോഡിലേക്ക് പോകും. കുട്ടികൾക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കുറച്ചൊക്കെ അവര് സ്വയം നേടണം. ഇപ്പോഴേ ബൈക്കും കാറും എല്ലാ ജീവിതത്തിലും കിട്ടാവുന്ന എല്ലാ സൗകര്യവും കിട്ടിയാൽ പിന്നെ അവർക്ക് പിന്നെ ഒന്നും മോട്ടിവേഷൻ ഇല്ലല്ലോ. അപ്പൊ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാനുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ക്യൂരിയോസിറ്റി ഉണ്ടാവുകയുള്ളൂ. അതെ അതെ, താങ്ക് യു അവർക്കും മാം. ജീവിതത്തിൽ ബാക്കി വെക്കണം എന്തെങ്കിലുമൊക്കെ അല്ലേ. അതെ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ബാക്കി വെക്കണം നേടാനായിട്ട്. എല്ലാം ഒരു ഒറ്റയടിക്ക് അങ്ങ് നേടി ഇനി അങ്ങനെ വിചാരിക്കരുത്. അപ്പോ ഓക്കെ, വളരെയധികം സന്തോഷം ഇത്തരത്തിലൊരു ടോപ്പിക് ഡിസ്കസ് ഒരു കാര്യം കൂടെ ചെയ്തതിനും. അർച്ചനാജി, ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. യെസ്, പറയൂ. എന്നൊക്കെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞ് കേട്ടോണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് അവിടെ SSLC തോക്കാനാണ് ഏറ്റവും പ്രയാസം. എൻ്റെ കാലത്തൊക്കെ SSLC പാസ്സാകണമെന്നുണ്ടെങ്കിൽ ഒരു 40% പേര് പാസ്സാകത്തുള്ളൂ. ഇന്ന് വാരിക്കോരി എന്ത് ഇതായാലും കൊടുത്തിട്ട് A+ എല്ലാം ആക്കിയിട്ട് അവർക്ക് ഓവർ കോൺഫിഡൻസ് വരികയാണ്. എല്ലാം അറിയാം. അതോടുകൂടി അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഇന്റലക്ച്വൽ ഗ്രോത്തിനെ അങ്ങനെ അടിച്ചമർത്തുകയാണ്. എനിക്കെല്ലാം അറിയാം, ഐ നോ എവറിത്തിങ്, എനിക്ക് A+ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഹാം. അത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മത്സരിച്ച് ഓരോ വർഷവും എണ്ണം കൂട്ടിക്കൊണ്ട് പോകണം. 99.8%. എന്നിട്ട് കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസ ആ സെക്രട്ടറി പറഞ്ഞ IAS കാരൻ സ്വന്തം പേര് പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ അറിഞ്ഞൂടാ നല്ലൊരു ശതമാനം പേർക്കും Aയും A+ കിട്ടിയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഒരു അഗ്ലി ഫാക്ട്. ഇത്രയും പറഞ്ഞാൽ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു വേണു സർ. അപ്പം എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടി ഒരു പുനർചിന്തനത്തിലുള്ള ഒരു വിഷയം എടുത്ത് കയ്യിലേക്ക് തന്നു. ഇനി ബാക്കി കേട്ടിരുന്നവരുടെ റോളാണ് അല്ലേ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്ത് കാണിക്കേണ്ടത് ബാക്കിയുള്ളവരാണ്. സോ എല്ലാവർക്കും അത്തരത്തിൽ അവരുടെ ഏത് മേഖലയാണെങ്കിലും അവിടെ എക്സ്പെർട്ടൈസ് ആവാൻ വേണ്ടിയും അതുപോലെ കൂടുതൽ പഠിക്കാനും മുന്നേറാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഇന്നത്തെ ഈ ഒരു നല്ല ടോപ്പിക്ക് എടുത്തു തന്ന റോഫ് സാറിനും അതുപോലെ തന്നെ സാറിന് ഇൻട്രോ പറഞ്ഞ ബിജി മാമിന് ഒരുപാട് നന്ദി. അതുപോലെ ഈ ഒരു ടോപ്പിക്ക് ഇത്രയും നേരം ഇവിടെ കേട്ടിരുന്ന ഈ പ്ലാറ്റ്ഫോമിലും എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ മറ്റൊരു ട്രെയിനറുമായി ഫ്രൈഡേ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഒറ്റ കാര്യം മറന്നു താങ്ക്സ് പോയി. എവരിവൺ. ബിജി മാമിനെ പറ്റി പറയാൻ റൌഫ് സാർ ഇങ്ങ് കത്തി കയറിയത് കൊണ്ട് ബിജി മാമിനെ പറ്റി പറയാൻ വിട്ടുപോയതാ. വളരെ നന്നായിട്ട് സ്വാഭാവികമായിട്ട് നല്ല രസമായിട്ട് ഇൻട്രോ പറഞ്ഞു. എൻ്റെ കൂടെ ക്ലാസ്സിലുള്ള ആളല്ലേ, അതുകൊണ്ട് ഞാൻ പറയേണ്ടതായിരുന്നു. സോറി. എന്തായാലും കൺഗ്രാറ്റ്സ് ബിജി മാം. ശരിയാണ്, ബിജിയുടെ കാര്യം ഞാനും മറന്നുപോയി. ബിജി നന്നായി പറഞ്ഞു. താങ്ക് യു. അത് ഇൻട്രോ പറയുന്നവർക്ക് നന്ദി പറയേണ്ട കാര്യവും അഭിനന്ദനം പറയേണ്ട കാര്യമില്ല, ക്ലാസ് എടുക്കുന്നവർക്കല്ലേ. ഓക്കെ. ബിജി മാം ഡൗൺ ടു എർത്ത് ആണ്. ഞാൻ ഇന്നലെ മാമിന്റെ അടുത്ത് പറഞ്ഞു ഒരു ഹെഡ് മിസ്ട്രസ് ഒക്കെ ഇൻട്രോ പറയാൻ വരിക എന്ന് പറഞ്ഞപ്പോ മാം പറഞ്ഞു നമ്മളെല്ലാരും സ്റ്റുഡൻസ് ആണ്, അങ്ങനെ കണ്ടാ മതി. അതെ അതെ, എന്നോട് ഇത് കണ്ടിട്ട് എന്താ സ്ഥിതി, എനിക്ക് ഒരു ഹെഡ് മിസ്ട്രസ് ആണ് എനിക്ക് പറയാൻ പറഞ്ഞേന്ന്. അല്ലെ, അപ്പൊ എല്ലാവരും സ്റ്റുഡൻസ് ആണ്. അഭിമാനല്ലേ അത്, ഇവിടെ സന്തോഷല്ലേ, തീർച്ചയായിട്ടും. സന്തോഷം. അതെ, അതിലുപരി നമ്മള് മാം ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പരസ്പരം ഒരു ക്ലാസ്മേറ്റ്സ് ആണ്, ബാച്ച്മേറ്റ്സ് ആണ്, അല്ലെങ്കിൽ സീനിയേഴ്സ് ജൂനിയേഴ്സ് ആണ് അല്ലെ, വെവ്വേറെ ബാച്ച് ആയതുകൊണ്ട്. അതെ, അതെ. അപ്പൊ അങ്ങനെയൊക്കെ കരുതേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ അല്ല ഓക്കെ, അത്രേ ഉള്ളൂ, തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. താങ്ക് യു എവരിവൺ. ഗുഡ് നൈറ്റ്. ബൈ. നൈറ്റ്. ഓക്കെ. ബൈ 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 ബൈ. നൈറ്റ്.